ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മളെ ഹോണ്ടയുടെ ആക്റ്റീവാണ് വണ്ടി, ഓൾഡ് മോഡൽ. അപ്പോൾ അത് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ബാക്ക് വീലിൻ്റെ ഭാഗത്തുനിന്ന് ബെയറിങ് പോയിട്ടുള്ള സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ തീവൻ്റെ ബെയറിങ്ങാണ് അതിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബെയറിങ് നമ്മൾ അയച്ചു മാറുന്നുണ്ട്. അപ്പോൾ മാറുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഓയിൽ സീല്, അതേപോലെ അതിൻ്റെ ഇവിടെ വന്ന ഗ്യാസ്കറ്റ്, ഗിയറിൻ്റെ ഓയിൽ, അതൊക്കെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചേഞ്ച് വന്ന ഐറ്റം ഉണ്ടോ. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ബെയറിങ്ങാണ് 6004 ആ നമ്പർ തന്നെ. 6004 ആ ബെയറിങ്ങിൻ്റെ നമ്പർ വരാം. ആ നമ്പർ ബെയറിങ്ങാണ് നമുക്ക് മാറ്റേണ്ടി വന്നെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതുമ്പോൾ കിടക്കുന്നത് ഒരു കുറഞ്ഞ ലൈൻഡറാണ്. അത് തന്നെയല്ല, അത് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് പിടിക്കണമില്ല. ഹബിനകത്ത് ഈ ഭാഗവും ഇവിടെ ഒന്നും കറക്റ്റായിട്ട് പിടിക്കുന്നത്, ഈ സെൻറ്റർ പോർഷൻ മാത്രമാണ് ഒരല്പം പിടിക്കുക. ഇവിടെയും ഈ ഭാഗമൊന്നും കറക്റ്റായിട്ട് പിടിക്കണില്ല. അപ്പോൾ ലൈൻഡർ മാറ്റിയിടാണെങ്കിലാണ് നമുക്ക് ആ ബ്രേക്കിൻ്റെ കേസ് പക്കയായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും CVT ക്ലച്ചിൻ്റെ ദീപൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ക്ലച്ച് അയച്ചേക്കണം, ആ കൂട്ടത്തേക്ക് നമ്മളത് ക്ലിയർ ചെയ്യണം കേട്ടോ. പിന്നെ ക്ലച്ചിനകത്ത് തന്നെ വേരിയേറ്റർ ബോഡി, റോളർ സെറ്റ് കാര്യങ്ങളൊക്കെയാണ്. നോർമൽ സാധാരണ നമ്മുടെ ഉപയോഗത്തിൻ്റെ പഴക്കത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള തേയ്മാനമൊക്കെ ഉണ്ട്. പിന്നെ ബെൻഡെക്സ് യൂണിറ്റൊക്കെ ആയാലും നോർമൽ സാധാരണ രീതിയിലുള്ള വർക്കിംഗ് ആണ്. ബെൽറ്റും കൂടി കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ, അത് സെൻറ്റർ പോർഷൻ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ ലോക്കൽ ഓടിക്കാനായിട്ട് ഇതൊക്കെ മതി. അത്യാവശ്യം ഉപയോഗിക്കാം, കുറേ നാളും കൂടി ഉപയോഗിക്കാൻ കിട്ടും. കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്. ഈ സെൻറ്ററിലേക്ക് കാണുന്ന ക്രാക്ക് ഉണ്ടോ. അപ്പോൾ ചെറിയൊരു പൊട്ടൽ തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ഇവിടെ അത്യാവശ്യം ഓടണേന് വലിയ ഹെവി ലോങ് ഓട്ടമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കത് എമർജൻസി ആയിട്ട് മാറ്റിയിടേണ്ടതായിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഓടിക്കോളൂ കേട്ടോ. പിന്നെ കാർബറേറ്ററും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അത്യാവശ്യം അഴുക്കുണ്ട് നല്ല രീതിയിൽ. അത് നമ്മൾ ക്ലീനർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സ്ലോ ജെറ്റ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഓവർഫ്ലോൻ്റെ നീഡിലാണ്, ഫ്ലോട്ട് വാൽവ് എന്ന് പറയും. അത് വന്ന് ഈ അടയണ ഭാഗം ചെറിയൊരു തേയ്മാനം കാണിക്കുന്നുണ്ട് കേട്ടോ. ദീപൻ്റെ ഭാഗത്ത് ഒരു ചെറിയ തേയ്മാനമുണ്ട്. അത് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചെറിയൊരു ഹോളാണ്. അവിടെ ചെന്നിട്ടാണ് ഇത് വന്ന് ഈ കൂർത്ത ഭാഗം, ഈ ബ്ലാക്ക് കൂർത്ത ഭാഗം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു സ്റ്റെപ്പ് പോലെ വീണിട്ടുണ്ട്. അത് കാർബറേറ്ററുമേയും ഈ വന്ന യൂണിറ്റുമേയും തേയ്മാനമുണ്ട്, ഇതുമേയുണ്ട്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ നമുക്ക് നിലയിലുണ്ട്. പരമാവധി നമുക്ക് ക്ലീൻ ചെയ്തിടാം, ഓവർഫ്ലോ വരില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട്. പിന്നെ ഈ സ്ലോ ജെറ്റ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. അത് അത്യാവശ്യം ബ്ലോക്കായിട്ട് മെയിൻ ജെറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഇട്ടേക്കാം. വണ്ടി ഒന്ന് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്കാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ.